ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ISLM മോഡലാണ്. മാക്രോ എക്കണോമിക്സ് പാർട്ടിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ISLM മോഡൽ. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. 1936 ഹിഗ്സ് ആൻഡ് ഹാൻസൺ ആണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത്. ദ ISLM മോഡൽ ഡെവലപ്ഡ് ബൈ ഹിഗ്സ് ആൻഡ് ഹാൻസൺ integrate the real and money market. The IS curve represent equilibrium in the goods market while the LM curve represent equilibrium in the money market. IS curve represent ചെയ്യുന്നത് ഗുഡ്സ് മാർക്കറ്റിനെയും LM curve represent ചെയ്യുന്നത് മണി മാർക്കറ്റിനെയാണ്. സോ ഈ ഒരു കൺസെപ്റ്റ് മെയിൻലി പറയുന്നത് ഗുഡ്സ് മാർക്കറ്റും മണി മാർക്കറ്റും ഇക്വിലിബ്രിയത്തിൽ എത്തിക്കൊണ്ട് ഒരു എക്കണോമിയുടെ ഔട്ട്പുട്ടും ഇൻട്രസ്റ്റും എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു തിയറിയിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡലിൽ പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് IS കർവ് എന്താണെന്നാണ്. IS എന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ് ഇൻ ദ ഗുഡ്സ് മാർക്കറ്റാണ്. സോ ഫസ്റ്റ് നമുക്ക് ഡെറിവേഷൻ ഓഫ് IS കർവ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. Aggregate demand, the IS curve represent different equilibrium level of national income for variable interest rate. It is derived from the relationship between consumption, investment and national income. സോ IS കർവ് ഇൻട്രസ്റ്റ് റേറ്റുകൾക്കായുള്ള നാഷണൽ ഇൻകത്തിൻ്റെ ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നത് അഗ്രിഗേറ്റ് സപ്ലൈയോട് ഈക്വലാണ്. ഒരു എക്കണോമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രധാനമായിട്ടും കൺസപ്ഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ കൺസപ്ഷൻ എന്നത് ഇൻകത്തിനെയും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, എ fall in the interest rate leads to an increase in the planned investment, which shift the aggregate demand curve upward, raising the equilibrium level of income. ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് കുറയുമ്പോൾ ബോറോവിങ് അല്ലെങ്കിൽ വായ്പ എന്നത് മോർ ചീപ്പർ ആവുന്നു. ഈ ഒരു ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൂടുന്നു. എന്തുകൊണ്ടിട്ടാണ്? ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്നത് ലോവർ ആവുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നു. സോ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഒബ്വിയസ്ലി നാഷണൽ ഇൻകം കൂടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇൻകം കൂടുന്നു. ഈ ഒരു കോമ്പിനേഷൻസ് കർവിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് IS കർവ് കിട്ടുന്നു. സോ ഈ ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി ആണ് കർവിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. ദ ഇക്വിലിബ്രിയം ഇൻ ദ ഗുഡ്സ് മാർക്കറ്റ് ഒക്കർ വെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽസ് നാഷണൽ ഇൻകം. സോ നമുക്കറിയാം ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആകുന്നത് എപ്പോഴാണ്? ഒരു എക്കണോമിയിൽ ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മൊത്തം വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ക്വാണ്ടിറ്റി ആ ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം വസ്തുക്കളുടെയും സേവനങ്ങളുടെയും തുല്യമാകുമ്പോഴാണ് അതൊരു ഇക്വിലിബ്രിയം സ്റ്റേജിലാകുന്നത്. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നത് നാഷണൽ ഇൻകത്തോട് ഈക്വൽ ആകണം. ആ ഒരു സിറ്റുവേഷനാണ് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്നത്. ഈ ഒരു സ്ലൈഡിൽ 4 ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രാഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രാഫാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രാഫിൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റിന് ഡിഫറൻസ് സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റം കാണിക്കുന്നതാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രാഫ്. സോ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് കുറയുമ്പോൾ നിക്ഷേപം എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം വായ്പ എടുക്കുന്നത് എളുപ്പമാവുന്നു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. കാരണം വായ്പ എടുക്കുന്നതിന് ചിലവ് കൂടും. സോ അതാണ് ഇവിടെ നെഗറ്റീവ് സ്ലോപ്പിൽ കാണിക്കുന്നത്. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാലിറ്റി കർവിൽ സേവിങ്സ് കൂടിയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അടുത്തത് സീത്ത് കർവാണ്. ദാറ്റ് ഈസ് സേവിങ് ഫങ്ഷൻ കർവ്. ഇൻകത്തിനോടൊപ്പം എങ്ങനെയാണ് സേവിങ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന കർവാണ് ഈ സേവിങ്സ് ഫങ്ഷൻസ് കർവ്. സോ ഇവിടെ ഇൻകം കൂടുമ്പോൾ സേവിങ്സ് കൂടും. സോ സേവിങ്സ് കർവ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. സേവിങ്സ് കൂട്ടിയാൽ ഇൻകം കൂടും. IS കർവിൽ ഈ എല്ലാ റിലേഷൻഷിപ്പും ഒന്നിച്ചു ചേർന്നതാണ് IS കർവ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റും ഇൻകത്തിലുമുള്ള ഇക്വിലിബ്രിയം
ഗുഡ്സ് മാർക്കറ്റിലുള്ള ഇക്വിലിബ്രിയം കാണിക്കുന്നതാണ് IS കർവ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ ഇൻകം കൂടുന്നു. ഇത് ഡൗൺവേർഡ് സ്ലോപ്പ് ടു ദ റൈറ്റ് കാണിക്കുന്നു. അടുത്തത് നമുക്ക് IS കർവിൻ്റെ സ്ലോപ്പിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ IS കർവ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ്. An increase in the interest rate decreases investment, shifting the aggregate demand curve downward and leading to lower equilibrium income. Conversely, a decrease in the interest rate increases investment, shifting aggregate demand upward and rising the income level. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. സോ ഇൻകം ലെവൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറയും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലോ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും, ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം കൂടും. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ഇൻകം കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ഇൻകം കൂടും. സോ ഇതാണ് IS കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് കാണുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് LM കർവാണ്. LM കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മണി മാർക്കറ്റിനെയാണ്. LM കർവ് ഡിനോട്ട് ചെയ്യുന്നത് മണി മാർക്കറ്റിലെ ലിക്വിഡിറ്റി പ്രിഫറൻസും മണി സപ്ലൈയുമാണ്. സോ LM കർവിൽ ഫസ്റ്റ് പോയിന്റ് എന്നത് മണി ഡിമാൻഡാണ്. Money demand, the LM curve represent equilibrium in the money market where the demand for money is a function of റിയൽ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഈ ഡിമാൻഡ് രണ്ട് കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവും മറ്റേത് സ്പെക്കുലേറ്റീവ് മോട്ടീവും. സോ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്നത് ഗുഡ്സും സർവീസും വാങ്ങാനുള്ള മണി മോട്ടീവാണ്. സോ ഇത് ഇൻകം റിലേറ്റ് ചെയ്തിരിക്കുന്നു. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്നത് ക്യാഷ് ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള മോട്ടീവാണ്. ഇത് ഡിപ്പെൻസ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. സെക്കൻഡ് പോയിന്റ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. ദ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻസ് ഓൺ ദ ലെവൽ ഓഫ് റിയൽ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. മണി ഡിമാൻഡ്സ് ഈക്വൽസ് മണി സപ്ലൈ. സോ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം പറയുന്നത് ഇൻകം കൂടുമ്പോൾ ആളുകൾ മോർ മണി ട്രാൻസാക്ട് ചെയ്യുന്നു, അങ്ങനെ മണി ഡിമാൻഡ് കൂടുന്നു. ഇൻട്രസ്റ്റ് കൂടുമ്പോഴോ ആളുകൾ പണം ഹോൾഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. സോ മണി ഡിമാൻഡ് കുറയുന്നു. അതുകൊണ്ട് തന്നെ LM കർവിൽ ഇൻട്രസ്റ്റ് റേറ്റും ഇൻകവും പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. സോ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആകുമ്പോൾ ഇൻകവും ഹയർ ആകുന്നു. ഇനി നമുക്ക് LM കർവിൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി ഇൻകം ആൻഡ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി വേർ MT ഈക്വൽ ടു KPY. സോ ഫസ്റ്റ് കർവ് എന്നത് മണി ഡിമാൻഡ് കർവാണ്. ഇവിടെ എല്ലാ ദിവസവും സാധനങ്ങൾ വാങ്ങാനും സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻകത്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും മണി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻകം കൂടുമ്പോൾ ട്രാൻസാക്ഷൻ കൂടുന്നു. ഇതിൻ്റെ ഇക്വേഷനാണ് MT ഈക്വൽ ടു KPY. MT എന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഓഫ് മണി ആൻഡ് K is the proportion of income held as money, P is the price level and Y is the real income. Speculative demand for money, the relationship between the money supply and interest rate where MS equal to F of R. ചിലർ ബോണ്ട് പ്രൈസ് ഫോൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്ന നിലയിൽ മണി എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നത് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ ഇവിടെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് MS ഈക്വൽ ടു F ഓഫ് R. MS എന്നത് മണി ഫോർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ആണ്, R എന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അടുത്ത ഗ്രാഫ് മണി സപ്ലൈ ആൻഡ് ഡിമാൻഡ് സ്കെഡ്യൂൾ, ദ ഐഡൻറ്റിറ്റി ലൈൻ ദാറ്റ് ഡിവൈഡ്സ് മണി സപ്ലൈ ഇൻടു ട്രാൻസാക്ഷൻ ആൻഡ് സ്പെക്കുലേറ്റീവ് കമ്പോണൻസ്. ടോട്ടൽ മണി സപ്ലൈ എന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡും സ്പെക്കുലേറ്റീവ് ഡിമാൻഡും സാറ്റിസ്ഫൈ ചെയ്യണം. സോ മണി സപ്ലൈ ഈക്വൽസ് മണി ഡിമാൻഡ്. അടുത്തത് LM കർവാണ്. സോ ഈ എല്ലാ റിലേഷൻഷിപ്പും ഒന്നിച്ച് ചേർന്നിട്ടുള്ളതാണ് LM കർവ്. The final LM curve which shows the equilibrium level of income and interest rate in the money market.
LM കർവ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം കാണിക്കുന്നു. സോ ഇവിടെ LM കർവിലെ ഓരോ പോയിന്റിലും സ്പെസിഫിക് ലെവൽ ഓഫ് ഇൻകവും ഇൻട്രസ്റ്റും മണി ഡിമാൻഡിനും മണി സപ്ലൈക്കും ഈക്വൽ ആണ്. അടുത്തത് LM കർവിൻ്റെ സ്ലോപ്പാണ് നമ്മൾ നോക്കുന്നത്. LM കർവ് സ്ലോപ്സ് പോസിറ്റീവ്ലി. Reason, an increase in the interest rate reduce the demand for real money balance to maintain equilibrium. The income level must rise. LM കർവിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. സോ മണി ഡിമാൻഡ് കുറയും. അങ്ങനെ ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ എത്താനായിട്ട് ഇൻകം കൂടുമ്പോൾ ട്രാൻസാക്ഷണൽ ഡിമാൻഡ് കൂടും. മാർക്കറ്റ് ബാക്ക് ടു ബാലൻസ്ഡ് ആവും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാഫ് അപ്വേർഡ് സ്ലോപ്പിങ്ങിലേക്ക് പോകുന്നു. ഇത് നമ്മൾ നോക്കുന്നത് ഈ രണ്ട് കർവിൻ്റെയും ഇക്വിലിബ്രിയം സ്റ്റേജ് ആണ്. ഇക്വിലിബ്രിയം ഒക്കേഴ്സ് വെൻ ദ IS ആൻഡ് LM കർവ് ഇൻ്റർസെക്റ്റ്. LM കർവും IS കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ആവുന്നത്. സോ ഇവിടെ ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആവുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ്സ് ഈക്വൽ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ടിനോട് ഈക്വൽ ആകുന്ന സിറ്റുവേഷനിലാണ് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാകുന്നത്. മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാകുന്നത് ദ ഡിമാൻഡ് ഫോർ മണി ഈക്വൽസ് സപ്ലൈ ഓഫ് മണി. ആളുകൾ കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്ന പണവും അല്ലെങ്കിൽ മണി ഡിമാൻഡും ലഭ്യമായ പണത്തിനോട് അല്ലെങ്കിൽ മണി സപ്ലൈയോട് ഈക്വൽ ആവുന്ന സിറ്റുവേഷനിലാണ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാവുന്നത്. ഇവിടെ ഗുഡ്സ് മാർക്കറ്റും മണി മാർക്കറ്റും ബാലൻസ്ഡ് പോയിന്റിലാകുന്നു. ഇതിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് ISLM മോഡല് മോണിറ്ററി പോളിസിയിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. എക്സ്പാൻഷറി മോണിറ്ററി പോളിസി. An increase in money supply shift the LM curve to the right, lowering interest rate and increasing income. മോണിറ്ററി പോളിസിയിൽ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതോടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് കുറയുന്നു. അതോടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, കോസ്റ്റും കൂടും. ഇത് ഇൻകം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് ടൈറ്റ് മോണിറ്ററി പോളിസിയാണ്. എ ഡിക്രീസ് ഇൻ മണി സപ്ലൈ ഷിഫ്റ്റ് LM കർവ് ടു ദ ലെഫ്റ്റ്, റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ലോവറിങ് ഇൻകം. സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് മണി സപ്ലൈ കുറച്ചാൽ LM കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതോടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് കൂടുന്നു. സോ ഇൻവെസ്റ്റ്മെൻറ്റും കോസ്റ്റും കുറയും. ഇത് നാഷണൽ ഇൻകം കുറയ്ക്കാനായിട്ട് കാരണമാവും. നമ്മൾ നോക്കുന്നത് ISLM മോഡല് ഫിസ്ക്കൽ പോളിസിയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇറ്റ് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, റൈസസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഷിഫ്റ്റ് IS കർവ് ടു ദ റൈറ്റ് ആൻഡ് ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഇറ്റ് ലീഡ്സ് ടു crowding out of some private investment as the interest rate rises. Increase in ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. സർക്കാർ കൂടുതൽ ചെലവഴിച്ചാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. സോ IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ലോൺ എടുക്കുന്നതിന് ചിലവ് വരുന്നതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ഇതിനെയാണ് ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സർക്കാർ ചിലവ് കുറയ്ക്കുമ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്ന ഈ ഒരു സിറ്റുവേഷനാണ് ക്രൗഡിങ് ഔട്ട്. അടുത്തത് ടാക്സ് റിഡക്ഷൻ ആണ്. ഇറ്റ് ഇൻക്രീസ് ഡിസ്പോസിബിൾ ഇൻകം, റൈസിങ് കൺസംഷൻ ആൻഡ് ഷിഫ്റ്റിംഗ് ദ IS കർവ് ടു ദ റൈറ്റ്. സർക്കാർ നികുതി കുറച്ചാൽ എല്ലാവരിലും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു. ഇതിനെയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. സോ ഡിസ്പോസിബിൾ ഇൻകം കൂടുമ്പോൾ കൺസപ്ഷൻ കൂടുന്നു. അതിലൂടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് IS കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും കൂടും. ISLM മോഡല് എങ്ങനെ മോണിറ്ററി പോളിസിയിലും ഫിസ്ക്കൽ പോളിസിയിലും അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ ഒരു കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്.
1-2 വട്ടം ഈ ഒരു ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.